അപ്പോൾ നമ്മൾ വീണ്ടും ടൗൺഷിപ്പിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇന്നിങ്ങനെ വാഹനങ്ങളുടെ നീണ്ട നിരയാണ് കേട്ടോ. ടൗൺഷിപ്പിലുടനീളം ഇതാണ് കാഴ്ച. അതായത് ധാരാളം ആളുകൾ രാവിലെ മുതൽ വരികയാണ്. വിഷുദിനായതുകൊണ്ടേ അവധിക്ക് ആളുകളെല്ലാവരും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ പോകുന്നതിന് പകരം വരുന്നത് മുഴുവൻ ഈ ടൗൺഷിപ്പിലേക്കാണ്. ടൗൺഷിപ്പിൻ്റെ വീടുകൾ കാണാനും എങ്ങനെയൊക്കെയാണെന്ന് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരികയാണ്. അത് കാറിന് വരുന്നുണ്ട്, ജീപ്പിന് വരുന്നുണ്ട്, ബസ്സിന് വരുന്നുണ്ട്. അങ്ങനെ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. ഒരു ഭാഗത്തുനിന്ന് വരുന്നവരൊക്കെ കുറേ നേരം സ്പെൻഡ് ചെയ്ത് ഓരോ കാഴ്ചകളും കണ്ട് വീടൊക്കെ കയറി കണ്ട് പിന്നെ ഈ ഗ്രീൻ സ്പേസിലൊക്കെ ഒന്ന് ഇരുന്ന് പാർക്കിലിരുന്ന് ഉല്ലസിക്കുന്നത് പോലെയാണ് പലരും വരുന്നത്. അപ്പോൾ വീടൊക്കെ കയറി കാണുന്നുണ്ട് ആൾക്കാർ ഫാമിലിയായിട്ട് വന്നിട്ട്. പല സ്ഥലത്തു നിന്ന് വരുന്നുണ്ട്, ദൂരെ നിന്നുണ്ട്, വയനാട്ടിൻ്റെ പല ഭാഗത്തു നിന്ന് വരുന്നവരുണ്ട്. അപ്പോൾ എല്ലാവരും ഇതിങ്ങനെ സമൂഹ മാധ്യമങ്ങളിലാകെ ഇതിൻ്റെ ദൃശ്യങ്ങളൊക്കെ പകർന്നുകൊണ്ട് ഇങ്ങനെ പടർന്നു നിൽക്കുകയാണല്ലോ. അതുകൊണ്ട് ആളുകൾ ഇങ്ങനെ അന്വേഷിച്ച് വരികയാണ്. എന്നിട്ട് കാഴ്ചകളൊക്കെ കണ്ട് ഗ്രീൻ സ്പേസിലൊക്കെ വന്ന് ഓരോ വീടും കാണുകയാണ്. ജോലികളൊക്കെ നടക്കുന്നുണ്ട് ഒരു ഭാഗത്ത്. ആളുകൾ താമസമാക്കിയിട്ടില്ല. അപ്പോൾ താമസമുള്ള വീടുകളുണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ട് ഒരു ഭാഗത്തു നിന്ന് ആൾക്കാർ. ഫാമിലിയായിട്ട് വരുന്നവരുണ്ട്, അയൽക്കൂട്ടങ്ങൾ വരുന്നവരുണ്ട്, ഓരോ സംഘടനകളുടെ ആളുകൾ വരുന്നുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് വന്ന് മാക്സിമം എൻജോയ് ചെയ്തു പോകുന്നുണ്ട്, കണ്ടു പോകുന്നുണ്ട്, അഭിപ്രായം പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത് അന്ന് മുഖ്യമന്ത്രിയും പ്രിയങ്ക ഗാന്ധിയും സന്ദർശിച്ച ആ വീട് കാണാൻ തന്നെയാണ് കൂടുതൽ ആളുകൾ വരുന്നത് ടൗൺഷിപ്പിൽ. അപ്പോൾ വരുന്നവരൊക്കെ നല്ല അഭിപ്രായങ്ങളൊക്കെ പറയുന്നു. ഐസ്ക്രീം കച്ചവടമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കാപ്പി, ബർഗറുണ്ട്, ഈ ഭാഗത്തുണ്ട് ഐസ്ക്രീം.